അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു റോഡ് ട്രിപ്പാണ്. വേറെ എങ്ങോട്ടുമല്ല, ഇഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗി സ്റ്റാച്ചു കാണാൻ ബാംഗ്ലൂരിനടുത്തുള്ള ചിക്ബല്ലാപൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടിട്ട് വരാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇഷ ഫൗണ്ടേഷൻ കോയമ്പത്തൂർ ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിപ്പോൾ ബാംഗ്ലൂരിനടുത്ത് ചിക്ബല്ലാപൂരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു വീക്കെൻഡ് നമ്മൾ അങ്ങോട്ട് പോയി. ഒരു 2.5 മണിക്കൂറത്തെ ദൂരെ ബാംഗ്ലൂരിൽ നിന്നുള്ളൂ. നല്ല രസമാണ് പോകുന്ന വഴിയൊക്കെ. നമ്മൾ പോകുന്ന അങ്ങോട്ട് അടുക്കാറാകുമ്പോഴത്തേക്കുള്ള റോഡ് സൈഡിലുള്ള വ്യൂ ആണിത് കേട്ടോ. നിറച്ചും കൃഷിയാണ്. മറ്റേ ഈ ചെണ്ടുമല്ലി പോലത്തെ ഒരു പൂവുണ്ടല്ലോ, വൈറ്റ് കളർ, നമ്മൾ ഓണത്തിനൊക്കെ പോടുന്ന ജമന്തി പോലത്തെ, അതിൻ്റെ കൃഷി, റോസിൻ്റെ കൃഷിയൊക്കെയാണ്. പിന്നെ സൈഡിൽ ഇതുപോലൊരു പാറമടയാണ്. പാറമടയ്ക്കാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് കളറാണ്, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കല്ലൊക്കെ ചെത്തി എടുത്തേക്കുന്നത് അടുത്തുനിന്ന്. പിന്നെ ഈ പൂവിൻ്റെ കൃഷിയുടെ അവിടെ അവർ വിളവെടുക്കുന്നുണ്ട്. പിന്നെ ഈവനിങ് ടൈമാണ് നമ്മൾ പോയത്, സൺസെറ്റൊക്കെ ആവാറായി. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. കളറ് നമുക്ക് ആ ലൈറ്റ് സണ്ണിൻ്റെ വരുമ്പോഴുള്ളൊരു പ്രത്യേക കളറാണ്. ഈ പാറയ്ക്കൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഓൾറെഡി. പിന്നെ ആ സണ്ണിൽ ലൈറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്കും വീഡിയോയിൽ നമുക്കറിയില്ല, പക്ഷെ നേരിട്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ നേരെയൊക്കെ നിറച്ച് മലകളാണ്, ഈ പാറകളുടെ മലകളാണ്. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട്, സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് നേരെ പോകുമ്പോൾ നല്ല വ്യൂ ആണ്. നിറച്ചും പാറകളാണ്. ഇങ്ങനെ സൂര്യനിങ്ങനെ അസ്തമിക്കാറായ ഓറഞ്ച് ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ലൈറ്റ് ഷോ കാണാനായിട്ടാണ് മെയിനായിട്ടും പോണത്. 7:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു 6-6:30 കൂടിയാണ് അവിടെ എത്തിയത്. അങ്ങനെ എത്തുന്ന ഭാഗത്തിനാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ആ സമയത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഈ പ്രത്യേകിച്ച് ചൂടത്ത് വെയിലത്തൊക്കെ ഈ സമയമാകുമ്പോൾ വെയിലൊക്കെ ആറി നല്ല സുഖമാണ്. പോണ വഴിയിലൊക്കെ നമുക്ക് സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാനുള്ള വഴികളൊക്കെ കാണിച്ചിട്ട്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിന് ഒരു ഫീസ് അവർ, ഫാസ്ടാഗ് ആണെങ്കിൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന വഴി തന്നെ നമുക്ക് കടകളൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റും. ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണല്ലോ. അപ്പോൾ അതിൻ്റെ സുവനീഴ്സൊക്കെ വയ്ക്കുന്ന നിറയെ കടകളും കുട്ടികളുടെ ടോയ്സൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട്. ദൂരെ നിന്ന് നമുക്ക് ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ പല ഭാഗങ്ങൾ കാണാൻ പറ്റും. നല്ലൊരു ഫീലാണ്. അടുത്തേക്ക് എത്തും തോറും ആ മലകളുടെ ഫ്രണ്ടിലാണ് സ്റ്റാച്ചു വരുന്നത്. അപ്പം നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ നല്ല ഏരിയ ഉണ്ട് അവിടെ, ഓടി നടക്കാനും ഒക്കെ പറ്റിയ നല്ല ഏരിയ ഉണ്ട്. പിന്നെ വണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, വണ്ടി പാർക്ക് ചെയ്യാനായിട്ടും ഒക്കെ. നമ്മൾ ഫ്രൈഡേ ആണ് പോയത്, എന്നിട്ടുകൂടി നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഫ്രണ്ടിലൊരു അമ്പലമുണ്ട്, ഇതുപോലെ ശൂലമൊക്കെ ആയിട്ട് അതിൻ്റെ വലിയ ചക്രമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കറക്കാൻ പറ്റും. നല്ല പാടാണ്. കല്ലിൻ്റെ ടൈപ്പ് ഒരു ചക്രമാണ്, നല്ല ഹെവിയാണത്. അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് തൊഴാൻ പറ്റും. ഈ ഒരു നാഗത്തമ്മയുടെ അമ്പലമാണ്, ചെറിയ ടെമ്പിൾ, മണിയൊക്കെ അടിക്കാം. നല്ല രസമാണ്, നല്ല ഡിവൈൻ ഫീലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി. പുറത്തും നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുപാട് മലയാണ്, നല്ല രസമാണ്. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേര സമയമായപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറുമ്പോഴും നല്ല തിരക്കാണ്. തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് കയറുമ്പോൾ നിറയെ ആൾക്കാരെ കാണാമെങ്കിലും നമുക്ക് ആ തിരക്ക് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. കാര്യം ഇത്രയധികം ആൾക്കാരുണ്ടെങ്കിലും അതിനു വേണ്ടിയുള്ള വൈഡായിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് ആ തിരക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. നിറയെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, പല ടൈപ്പിലൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് കയറുമ്പോൾ തന്നെ ശിവൻ്റെ സ്റ്റാച്ചു കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ അടുത്തേക്ക് ചെല്ലുന്തോറും അതിൻ്റെ വലിപ്പം കൂടി വരും. അപ്പോൾ സ്റ്റാച്ചുവിൻ്റെ നേരെ താഴെ തന്നെ ഒരു നന്ദിയും, അതിൻ്റെ താഴെ തന്നെ അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിറയെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കയറി തൊഴാൻ പറ്റും. സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നമുക്ക് ആ സ്റ്റെയർ കയറി അടുത്തേക്ക് ചെല്ലുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര ഒരു ഫീലാണ്. ഭയങ്കര വലുതാണ് സ്റ്റാച്ചു, ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. എല്ലാവരും നേരത്തെ തന്നെ ലൈറ്റ് ഷോ കാണാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സീറ്റൊക്കെ പിടിച്ചു. കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, കുറേ പേര് അമ്പലത്തിലൊക്കെ തൊഴുന്നുണ്ട്. ഭയങ്കര ഒരു ഡിവൈനായിട്ടുള്ള ഫീലാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ചാൻസ് കിട്ടി നമ്മളവിടെ പോകണം. പിന്നെ ലൈറ്റ് ഷോ കറക്റ്റ് 7:30 സ്റ്റാർട്ട് ചെയ്യും. ലൈറ്റ് ഷോ ആണെങ്കിലും കുറേ ഫുൾ ഇരുന്ന് കണ്ടു കേട്ടോ. ഒരു വഴക്കം ഉണ്ടാക്കാതെ മുഴുവൻ ഇരുന്ന് കണ്ടു. ലൈറ്റ് ഷോ കാണേണ്ടത് തന്നെയാണ് നേരിട്ട്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. മുഴുവനായിട്ട് ശരിക്കും നേരിട്ട് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലും നമുക്കൊരു ഫീല് കിട്ടുള്ളൂ. അപ്പോൾ പറ്റിയ എല്ലാവരും ഇവിടെ പോവുക കേട്ടോ. विश्वेश्वराय महादेवाय त्रयंबकाय त्रिपुरांतकाय त्रिकाग्निकालाय कालाग्निरुद्राय नीलकंठाय मृत्युंजयाय सर्वेश्वराय सदाशिवाय श्रीमन्महादेवाय नमः नमः। नमः नमः
नमस्ते अस्तु भगवान विश्वेश्वराय महादेवाय त्रयंबकाय त्रिपुरांतकाय त्रिकाग्निकालाय कालाग्निरुद्राय नीलकंठाय मृत्युंजयाय सर्वेश्वराय सदाशिवाय श्रीमन्महादेवाय नमः 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 ലൈറ്റ് ഷോ കഴിഞ്ഞ് അവിടെ നിന്നുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അവിടെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, സ്റ്റാച്യൂസും സുവനീഴ്സും. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാം, ഇത് പൂജ ഐറ്റംസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, എല്ലാം വാങ്ങിക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ പശുത്തൊഴുത്ത് പോലെ ഉണ്ട്. പശുവല്ല, ഇത് മറ്റേ കാളക്കുട്ടന്മാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ കാളക്കുട്ടന്മാരാണ്, വലിയ സൈസുള്ള ഇതുണ്ട്. നല്ല രസമാണ് അവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.